4 തരം ഭക്തന്മാരുണ്ട്. ഇതിലേറ്റവും ഇഷ്ടം ആരെയാണ് ഭഗവാന് എന്ന് ചോദിച്ചാൽ അടുത്ത വരി പറയുന്നു നോക്കൂ. 2 വാക്കുകൾ നമ്മൾ മാറ്റണം. അമ്പലത്തിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഭഗവാനിലേക്ക് ഉയരാൻ യോഗ്യരാണ്. ഇവിടെ ആരും യോഗ്യരല്ലാത്തവരായി പറയൂ ഇല്ല. കഥകൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പ്രഹ്ലാദൻ എന്ന കുട്ടി ഭഗവാന്റെ ഭക്തിയിൽ അടിയുറച്ച് ദൃഢതയോടെ ജീവിച്ചപ്പോൾ അച്ഛൻ നേരെ ഭഗവാന് വിരോധമായി, ശത്രുവായി. അങ്ങനെ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്ന അച്ഛൻ, എവിടെയുണ്ടടാ നിൻ്റെ വിഷ്ണു എന്ന ചോദ്യത്തിന് തൂണിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തൂണിൽ നിന്ന്, വെട്ടിപ്പിളർന്ന തൂണിൽ നിന്നും ഉഗ്രരൂപമായി നരസിംഹം വരുന്ന കഥകളൊക്കെ കുട്ടിക്കാലം മുതലേ നമ്മുടെയൊക്കെ ഉള്ളിൽ പതിഞ്ഞ കഥകളാണ്. ഇവിടെ ഈ കഥകൾ ഒക്കെ കേൾക്കുമ്പോഴും ഒരു വശത്ത് ഭക്തി നമ്മൾ ഒരു വിശ്വാസമായി കൊണ്ട് നടക്കുമ്പോഴും, അതായത് പണ്ട് പ്രഹ്ലാദനെ രക്ഷിച്ച ഭഗവാൻ എന്നെയും രക്ഷിക്കുമാറാകട്ടെ എന്നുള്ള ഒരു ഭക്തി, ആ ഭക്തിയെ പറയുന്ന പേര് വിശ്വാസം ഊന്നിയ ഭക്തിയാണ്. എന്നാൽ ഈ വിശ്വാസം എന്ന വാക്ക് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് അറിയാത്തത് കൊണ്ട് പോവാറില്ല. നമ്മളതിനെ ഒരു ബാഹ്യമായി കണ്ട് പോകുന്നവരാണ്. ഇവിടെയാണ് പ്രഹ്ലാദൻ്റെ ഭക്തി എങ്ങനെയാണ് പ്രഹ്ലാദൻ്റെ ജീവിതത്തെ രക്ഷിച്ചത്, അനുഗ്രഹിച്ചത്, ഇത് നമ്മൾ ശരിക്കും അറിയേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ഭാഗവതം പഠിക്കേണ്ടതുള്ളത്. പലപ്പോഴും ഭാഗവതം കേട്ടു പോകുന്നത് കൊണ്ടായിരിക്കും കഥകൾ മാത്രമായി തീരുന്നത് പ്രഹ്ലാദ ചരിത്രത്തിൽ. എന്നാൽ ഭാഗവതം പഠിക്കുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് യഥാർത്ഥ ഭക്തി, ഏത് ഭക്തി ഉള്ളത് കൊണ്ടാണ് പ്രഹ്ലാദനെ ഭഗവാൻ അനുഗ്രഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുക. എന്നൊന്നുകൂടി വ്യക്താക്കാം. അതായത് നമുക്ക് കഥകളൊക്കെ കേട്ടിട്ടുള്ള ഒരു വിശ്വാസത്തിലും ഭക്തി കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് പഠിച്ചിട്ടും ഭക്തി കൊണ്ട് നടക്കാം. ഭഗവാൻ പറയുന്നത് ഏറ്റവും സർവശ്രേഷ്ഠമായ ഭക്തി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഭക്തിയാണ്, ജ്ഞാനഭക്തിയാണ്. ഇത് ഗീതയിൽ 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. 4 തരം ഭക്തന്മാർ എന്നെ വന്ന് തൊഴുന്നുണ്ട്. 4 തരം ഭക്തന്മാരാണ് ഒരു ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പോകുന്നത് എന്നാണ്. അപ്പം അതുകൊണ്ട് ഇത് നല്ലവണ്ണം നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ തന്നെ തൻ്റെ മുന്നിൽ വരുന്ന ഭക്തന്മാരെ വിലയിരുത്തുന്നുണ്ട്. ഭഗവാൻ തന്നെ ഒരു സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്, സ്കാനിങ് ചെയ്യുന്നുണ്ട്. ഭഗവാൻ തൻ്റെ മുന്നിൽ വരുന്ന ഭക്തന്മാരെ ഒബ്സേർവ് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ഏത് തരം ഭക്തന്മാരെയാണ് ശരിക്കും ഭഗവാൻ ഇഷ്ടം? ഇതെങ്ങനെ നമുക്കറിയാം? എന്താണോ ഭഗവാന്റെ വാണി അത് ശ്രദ്ധിച്ചല്ലേ പറ്റുള്ളൂ. രാവിലെ പറഞ്ഞില്ലേ, ശാസ്ത്രം പ്രമാണം തേ, ഭഗവാൻ പറയുന്നത് ഉൾക്കൊള്ളുക, അല്ലേ? അതല്ലേ ശരി. നമ്മുടെ വ്യാഖ്യാനത്തിനല്ലല്ലോ പ്രസക്തി. ഭഗവാൻ എന്താണോ പറഞ്ഞത് അതിനെ എടുക്കുക. ഭഗവാന്റെ പ്രമാണമായ വാക്കുകളാണ് ഗീതയിലും ഭാഗവതത്തിലും പറഞ്ഞിട്ടുള്ളതെങ്കിൽ കൃഷ്ണൻ്റെ സന്ദേശമായി എടുക്കേണ്ടത് ഭഗവത്ഗീതയും ഭാഗവതവുമാണ്. അവിടെയാണ് നമ്മൾ ഹിന്ദുക്കൾ ഭാഗ്യം കെട്ടവരായത്. കാരണം ഇതര മതങ്ങൾക്കൊക്കെ അവരുടെ ഗ്രന്ഥപരിചയം ഉണ്ടായപ്പോൾ ഹിന്ദുവിനെ അങ്ങനെ ഒരു ഗ്രന്ഥപരിചയം ഉണ്ടാവാതെ പോയി. പാരൻസ് അത്ര ഒരു കെയർ ചെയ്തില്ല. അധിക പേരും തൊഴുതു പോകുന്ന ഭക്തിയിലേക്ക് ഒതുങ്ങിപ്പോയി. ഇതിൽ മാറ്റം വരും. കാരണം ഈ തൊഴുതു പോകുന്നൊന്നും അധികകാലം നിൽക്കില്ല. കാരണം കുറേ കഴിഞ്ഞാൽ ആളുകളിൽ മാറ്റങ്ങളും പരിവർത്തനങ്ങളും. ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾ, പണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ജപിക്കുന്നുണ്ട്, അല്ലേ? ലളിതാ സഹസ്രനാമം പണ്ട് ജപിച്ചതിനേക്കാൾ ഇന്ന്
കൂടുതൽ ആളുകൾ ജപിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അമേരിക്കയിലെ ഡാലസിൽ 10,000 പേരാണ് ഗീത ചൊല്ലാൻ പങ്കെടുത്തത്. 10,000 ആളുകൾ. മനസ്സിലായില്ലേ? അപ്പം നോക്കൂ, ഓരോ വർഷം കൂടുന്തോറും ഇതിലേക്കുള്ള ആളുകളുടെ താല്പര്യം കൂടി വരികയാണ്. അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗവത പുസ്തകം എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഓരോ വർഷം കൂടുന്തോറും അവർ പ്രിൻ്റ് ചെയ്ത് ഇറക്കുമ്പോഴേക്കും അത് ചൂടപ്പം പോലെ വിറ്റ് പോവുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം ആളുകൾക്ക് ഇതിനോടുള്ളൊരു താല്പര്യം കൂടി വരികയാണ്. ആളുകൾ ഇതിലേക്കാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവിടെ വിഷയത്തിലേക്ക് വരാം. 4 തരം ഭക്തന്മാരാണ് തന്നെ തൊഴാൻ വരുന്നതെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഇത് ഗീതയിൽ 7-ാം അധ്യായത്തിൽ 16-ാമത് ശ്ലോകമാണോ 14-ാമത് ശ്ലോകമാണോ? 16-ാമത് ശ്ലോകം. ചതുർവിധ ഭജന്തേ മാം. ചതുർവിധം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചതുർവിധം എന്ന് പറഞ്ഞാൽ 4 വിധത്തിലുള്ള ആളുകൾ. ചതുർവിധ ഭജന്തേ മാം. മാം ഭജന്തേ മാം, എന്നെ ഭജിക്കുന്നുണ്ട്, ഭജിക്കാൻ വരുന്നുണ്ട്. ക്ലിയറാണ്. ആരൊക്കെയാണ് ഈ 4? ആർത്തോ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി. ആരൊക്കെയാണ്? ആർത്തോ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി. അപ്പം നോക്കൂ നിങ്ങൾ. അപ്പം നമ്മൾ ഇതിനൊരു ഓർഡറിൽ ആക്കുകയാണെങ്കിൽ ആദ്യത്തേത് അർത്ഥാർത്ഥി എന്ന് പറയും. അർത്ഥം അർത്ഥിക്കുന്നവൻ. അർത്ഥം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടണം. എനിക്ക് അർത്ഥമുണ്ടാവണം, എനിക്ക് സമ്പത്തുണ്ടാവണം, എനിക്ക് പുരോഗതി ഉണ്ടാവണം. അപ്പം ഒരു ചെറുപ്പത്തിലൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന അതാണ്. എഡ്യൂക്കേഷൻ വേണം, പരീക്ഷ പാസ്സാവണം, ജോലി കിട്ടണം, ഇൻ്റർവ്യൂ പാസ്സാവണം. ആണോ അല്ലയോ? എല്ലാവർക്കും അർത്ഥാർത്ഥികളാണ് നമ്മളൊക്കെ. പിന്നൊരു പ്രായമായി കഴിഞ്ഞാൽ തുടങ്ങും അർത്ഥമൊന്നും വേണ്ട, ഇനിയിപ്പോൾ അനർത്ഥം പോയി കിട്ടണം. അപ്പോൾ ആർത്തന്മാരായി തീർന്നു. ഒരു പ്രായമായിട്ടുള്ള ആളുകൾക്ക് പിന്നെന്താ പ്രാർത്ഥിക്കാനുള്ളത്? ഓരോരോ സങ്കടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഫാമിലി പ്രശ്നങ്ങൾ, ഇതൊക്കെ ആര് തീർത്തു കൊടുക്കണം? ആര്? ഭഗവാൻ. അവരെ വിളിക്കുന്ന പേരാണ് ആർത്തന്മാർ. ആർത്തനാഥം എന്നൊക്കെ കേൾക്കില്ലേ? ആർത്തം എന്ന് പറഞ്ഞാൽ വിഷമങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളും പറയുക. ഇതാണ് ഒരു കൂട്ടർ. എന്നാൽ ഭഗവാന്റെ മുന്നിൽ പോയി അർത്ഥം അർത്ഥിക്കുന്നുമില്ല, പരാതികളൊന്നും പറയാതെ ജിജ്ഞാസു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. എന്താണ് ജിജ്ഞാസു? ജിജ്ഞാസുവിനെ സംബന്ധിച്ച് തൻ്റെ പ്രശ്നങ്ങളോ തൻ്റെ ആഗ്രഹങ്ങളോ അല്ല ഇമ്പോർട്ടൻ്റ്. ഐ ആം നോട്ട് ദ പേഴ്സൺ ഇമ്പോർട്ടൻ്റ്. അവിടെ ഭഗവാനാണ് കൂടുതൽ പ്രാധാന്യം. ഞാൻ അമ്പലത്തിൽ വന്നിരിക്കുന്നത് എൻ്റെ ആഗ്രഹം പറയാൻ, എൻ്റെ ദുഃഖം പറയാനല്ല, ഭഗവാന്റെ നാമം പറയാൻ. ഭഗവാന്റെ തന്നെക്കാളും പ്രാധാന്യം ഭഗവാന് കൊടുക്കുന്നവരാണ് ജിജ്ഞാസു. തൻ്റെ കാര്യം പറയാനല്ലല്ലോ വന്നത്, തൻ്റെ വിഷമം പറയാനല്ലോ. അതൊക്കെ ആര് നോക്കിക്കോളൂ? അത് ഭഗവാൻ നോക്കിക്കോളൂ. ഞാൻ എന്തിനാ വന്നത്? ഭഗവാന്റെ നാമം ചൊല്ലാനാണ്, ഭഗവാന്റെ കാര്യത്തിൽ. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഗുരുവായൂരൊക്കെ കാണാം. ഒരു പരാതിയില്ല, ഒരു പരിഭവങ്ങളും ഇല്ല, എല്ലാം സർവം കൃഷ്ണാർപ്പണം. ഭഗവാന്റെ നാമത്തിൽ അങ്ങനെ മുഴുകി അതിലങ്ങനെ ലയിച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഭക്തന്മാരെയാണ് എന്തു പറയുക? ജിജ്ഞാസുവിന് ഐ ഇല്ല, എല്ലാം ഓൺലി ഭഗവാൻ. ആരെയുള്ളൂ? അവർക്ക് ഏതില്ല? ഐ, ഞാൻ, എൻ്റെ പ്രശ്നം, എൻ്റെ ആഗ്രഹം, എൻ്റെ നോ എൻ്റെ. ആരെയുള്ളൂ? ഭഗവാന്റെ നാമം, ഭഗവാന്റെ എല്ലാം ഭഗവാന്റെ. അപ്പം തന്നെ റീപ്ലേസ് ചെയ്ത് അവിടെ എല്ലാം ഭഗവാനെ വയ്ക്കുന്ന ആ ഭക്തനാണ് ആര്? ജിജ്ഞാസു. അങ്ങനെ ഒരു എവല്യൂഷനുണ്ട് ഭക്തിയിൽ, അല്ലേ? നാലാമത്തെ ഭക്തനാണ് എന്ത്?
ജ്ഞാനി. അപ്പം ജ്ഞാനിയെ സംബന്ധിച്ച് ജ്ഞാനി കാണുന്ന കാഴ്ച ടോട്ടലി ഡിഫറെൻ്റാണ്. അവിടെ ഭഗവാന്റെ നാമം ചൊല്ലുന്നു എന്ന് മാത്രമല്ല, ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട്. ഭഗവാനാണ് കൊണ്ട് നടക്കുന്നത്. ഭഗവാനാണൊക്കെ കാര്യങ്ങൾ എന്തു വരുന്നതും അത് ഭഗവാന്റെ ഇച്ഛയാണ്, പ്രസാദമാണ്. എല്ലാം സർവം കൃഷ്ണാർപ്പണം, കൃഷ്ണമയം, എല്ലാം ഭഗവാന്റെ മയമായി കാണുന്ന ആ ഒരു തലത്തിലേക്ക് ഉയർന്നവരാണ് ആര്? ഇപ്പൊ ജ്ഞാനി ഭക്തനെ ജ്ഞാനി ഒരിക്കലും അവരെ കാണുന്നത് ഒറ്റയ്ക്കല്ല. ഈ ചിലർക്കുണ്ടല്ലോ, കാറ്ററാക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാളെ കാണും. ഈ കാറ്ററാക്കിൻ്റെ ദോഷം കൊണ്ട് വീട്ടിൽ രണ്ടുപേരെയൊക്കെ കാണാൻ തുടങ്ങും. ഇതുപോലെ ജ്ഞാനി രണ്ടുപേരെ കാണുന്നുണ്ട്. ആരൊക്കെയാണ്? ഭഗവാനെയും ആ ഭഗവാന്റെ ഒരു നിഴലിൽ അല്ലെങ്കിൽ ഭഗവാനോട് ചേർന്നൊരു തന്നെയും കാണുകയാണ്. അപ്പം താൻ ഒറ്റയ്ക്കല്ല, താൻ ഭഗവാന്റെ ഒരു അംശമായി, ഭഗവാന്റെ ഒരു ഭാഗമായി, അങ്ങനെ ഒരു പൂർണ്ണതയെ അല്ലെങ്കിൽ ഒരു ശക്തിയെ, ഒരു ചൈതന്യത്തെ തന്നിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഭക്തരാണ് ജ്ഞാനി ഭക്തര്. അപ്പം ആ ഒരു തലത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബോധ്യമാവും, ഇരിക്കുമ്പോഴും ആസീന സംവിശൻ തിഷ്ടൻ ഭുഞ്ചാന പര്യടൻ, ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ കൂടെ ആരുണ്ട്? ഇപ്പം ഭഗവാൻ ഒരു അമ്പലത്തിലെ ശ്രീകോവിലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. ഭഗവാൻ ആണ് നിങ്ങളെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഒരംശമായി, ഒരു ഭാഗമായി നിൽക്കുന്നു. ഈ ഒരു വിഷൻ നമ്മുടെ തലയിൽ ഉറയ്ക്കുന്ന ഒരു കാലം നമ്മൾ ആരായി മാറി? ഏത് ഭക്തനായി മാറി? ജ്ഞാനി ഭക്തനായി മാറി എന്ന് പറയാണ്. ഇപ്രകാരം 4 തരം ഭക്തന്മാരുണ്ട്. ഇതിലേറ്റവും ഇഷ്ടം ആരെയാണ് ഭഗവാന് എന്ന് ചോദിച്ചാൽ അടുത്ത വരി പറയുന്നു നോക്കൂ. തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യതേ പ്രിയോഹി ജ്ഞാനിനോത്യർത്ഥം അഹം സജ മമ പ്രിയ. എനിക്ക് ഏറ്റവും ഇഷ്ടം ആരാണ്? എൻ്റെ മുന്നിൽ വന്ന് ആഗ്രഹം പറയുന്ന ഭക്തനെ അല്ല, എൻ്റെ മുന്നിൽ വന്ന് പരാതി പറയുന്ന ഭക്തനെ അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഏത് ഭക്തനെയാണ്? ജ്ഞാനീ ഭക്തനെയാണ്. അപ്പം അതിനർത്ഥം ഭഗവാൻ പറയുന്നത്, എന്നെ നിങ്ങൾ മുന്നിൽ കണ്ടു പോകുന്ന ആ ഭക്തിയിലെത്തരുത്, നിങ്ങളിൽ തന്നെ എന്നെ നിങ്ങൾ കാണാൻ സാധിക്കണം. നിങ്ങളിൽ എന്നെ കാണാൻ സാധിക്കും. ആ കാഴ്ചയിലേക്ക് എത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഉണരേണ്ടത്, ഉയരേണ്ടത്. ഇപ്പം നോക്കൂ, എത്രമാത്രം പണിയെടുക്കണം അതൊക്കെ ഒന്ന് കിട്ടാൻ. തന്നിൽ തന്നെ ഭഗവാനെ കാണാനുള്ള ആ ഒരു തലത്തിലേക്ക് ഉയരാനാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. അപ്പം അത് എവിടെ നിന്ന് തുടങ്ങണം? ജിജ്ഞാസുവിൽ നിന്നും തുടങ്ങണം. ആരിൽ നിന്ന് തുടങ്ങണം? ഈ 2 വാക്കുകൾ നമ്മൾ മാറ്റണം. അമ്പലത്തിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് വേണം, എൻ്റെ പ്രശ്നങ്ങൾ, ഈ എൻ്റെ എന്നത് കംപ്ലീറ്റ് അങ്ങോട്ട് ഇറേസ് ചെയ്തിട്ട് അവിടെ എന്താക്കണം? ഭഗവാന്റെ നാമം, ഭഗവാന്റെ സ്മരണം, ഭഗവാന്റെ കാര്യം എല്ലാം ഭഗവാൻ എന്നാക്കാൻ സാധിച്ചാൽ നമ്മൾ ജിജ്ഞാസുവായി. അതും കഴിഞ്ഞ് ഞാൻ എന്നതിൽ തന്നെ, ഈ ഞാൻ എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ഒരു ചെറിയ അംശമാണ്. എന്നെ കൊണ്ട് നടക്കുന്നത് മുഴുവൻ ഭഗവാനാണ് എന്നൊരു തലത്തിലേക്ക് മനുഷ്യൻ ഉയരുമ്പോഴാണ് ആരായിത്തീരുന്നത്? ജ്ഞാനി ഭക്തൻ. അപ്പം ഇങ്ങനെ ഒരു എവല്യൂഷൻ, പരിണാമം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവണം. അതിന് തുടക്കം നമ്മൾ തുടങ്ങേണ്ടത് ജിജ്ഞാസുവിൽ നിന്നാണ്. ആരിൽ നിന്നാണ്? അതുകൊണ്ട് പ്രഹ്ലാദൻ പറയും, ഒരു യഥാർത്ഥ ഭക്തൻ ആരാണെന്ന് ചോദിച്ചാൽ ഭക്തലക്ഷണ ജിജ്ഞാസു എന്നാണ്. നിങ്ങൾ 7-ാം സ്കന്ധം ബുക്കുണ്ടെങ്കിൽ 10-ാമത് അധ്യായം, 7-ാം സ്കന്ധം 10-ാമത് അധ്യായം 7-10 7-ാം സ്കന്ധം 10 3-ാം ശ്ലോകം. ഭക്തലക്ഷണതു ജിജ്ഞാസ. ഭക്തന്റെ ലക്ഷണം
ജിജ്ഞാസുവാണ്. അപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുവാൻ, ഭഗവാന്റെ നാമത്തിൽ ഉറയ്ക്കുവാൻ, ഭഗവാന്റെ നാമത്തിൽ ലയിക്കുവാൻ, ഇതിനാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നതെന്ന ഒരു വ്യക്തമായ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഇതിനൊക്കെയാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത്. അപ്പം അവിടെ ഞാനുമില്ല, എൻ്റെ ഇതുമില്ല. ഏത് രണ്ടും ഇല്ല? ഞാനുമില്ല, എൻ്റെ ഇതുമില്ല. എൻ്റെ ഇതൊന്നും പറയാനല്ല എവിടെ പോകുന്നത്? എവിടെ പോകുന്നത്? ആരുടെ കാര്യം മാത്രം? ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം. അങ്ങനെ ആ ജിജ്ഞാസുവായ ഒരു ഭക്തൻ നിരന്തരമായ ആ ഒരു അനുഷ്ഠാനം കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റെ പരിണാമമാണ് ജ്ഞാനീ ഭക്തൻ. അപ്പോൾ ഭഗവാൻ ഇവിടെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം. ഏതു വ്യക്തിക്കും ഈ പരിണാമത്തിലൂടെ കടന്നു പോവാൻ സാധിക്കും. ഹിന്ദുമതം പഠിപ്പിക്കുന്ന ഒരു വലിയ ലെസൺ, എല്ലാവരും ഭഗവാനിലേക്ക് ഉയരാൻ യോഗ്യരാണ്. ഇവിടെ ആരും യോഗ്യരല്ലാത്തവരായി പറയൂ ഇല്ല. ഈ സനാതനധർമ്മം എന്നത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംസ്കാരമാണ്. അതിൽ പ്രധാനമായിട്ട് ഈ ജാതീയത എന്നൊരു ചിന്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഇല്ല എന്നില്ല. പക്ഷെ ഇപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിൽ ആ ജാതീയ ചിന്തകൾ അങ്ങനെയൊന്നും വിട്ടുപോകുന്നില്ല. അതിനെ വിട്ടുപോകുകയും വേണ്ട, അതവിടെ നിന്നോട്ടെ. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അത് വേർപ്പെടുത്തിയിട്ടും മനുഷ്യൻ്റെ ഉള്ളിൽ നന്നായിട്ടില്ലെങ്കിൽ ജാതീയത പോയിട്ടും കാര്യമില്ല. അപ്പം മനുഷ്യൻ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനവൻ ഉയരാൻ തുടങ്ങിയാൽ ജാതീയതയ്ക്ക് അവിടെ യാതൊരു പ്രസക്തിയില്ല. ജാതീയത നിലനിൽക്കുന്നത് മനുഷ്യൻ കഴിവുകെട്ട് ദുർബലനാകുമ്പോഴാണ്. കഴിവുള്ളവരുടെ ജാതി ആരും നോക്കാറില്ല, അന്വേഷിക്കാറില്ല. ഉണ്ടോ? അപ്പം നിങ്ങൾ അസുഖം വന്ന് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടറോട് ചോദിക്കും നിങ്ങളുടെ ജാതി ഏതാന്നുള്ളത്. ഉണ്ടോ? അവിടെ ജാതിക്ക് വല്ല പ്രസക്തി ഉണ്ടോ? നല്ല പ്രഗത്ഭനായൊരു ലോയർ, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള എൻജിനീയർ, അല്ലെങ്കിൽ ഒരു വളരെ എക്കണോമിസ്റ്റ്, നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ. ഇപ്പം നിങ്ങൾ കടയിൽ തന്നെ സാധനത്തിന് പോകുമ്പം നല്ല രീതിയിൽ നിങ്ങൾക്കൊരു പ്രൈസിന് സാധനം തരുന്ന ഒരാളുടെ ജാതി നോക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ശരിക്കും ആലോചിച്ച് കേരളക്കാർ അധികം കഴിക്കുന്നത് ബംഗാളിയുടെയും ബീഹാറിയുടെയും വേർപ്പ് കഴിക്കുകയാണല്ലോ. അധ്വാനിച്ചിട്ടുള്ള വേർപ്പ അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ആ ഒരു ഇവിടെയൊക്കെ പോകണം, പെരുമ്പാവൂർ ഭാഗത്തൊക്കെ പോയാൽ അവിടെ മുഴുവൻ ഈ പൊറോട്ട അടിക്കുന്നതൊക്കെ ബീഹാറിയും ബംഗാളിയാണ്. ഈ പൊറോട്ട അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വേർത്ത് കൊളിച്ച് അവൻ്റെ തലയിക്കെട്ടൊക്കെ വേർത്തിൽ കുളിച്ച് അവസാനം ഈ പൊറോട്ട അടിച്ചു കഴിഞ്ഞാൽ, രാവിലെയൊക്കെ പോകണം കാഴ്ച കാണണമെങ്കിൽ, ഈ പൊറോട്ടയൊക്കെ അടിച്ചിങ്ങനെ അവൻ പേസ്റ്റാക്കി കഴിഞ്ഞാൽ ഈ തോർത്തെടുത്തിട്ട് അതിൻ്റെ മുള കണ്ടിട്ടു. അങ്ങനെയാണ് അവൻ പഠിപ്പിക്കുന്നത്, മലയാളികൾ കഴിക്കുന്നത് എൻ്റെ വേർപ്പാണെന്ന്, ഞങ്ങളുടെ അധ്വാനമാണെന്ന്. കാലം പോയൊരു പോക്കു. അപ്പോൾ ഇവിടെ ജീവിതത്തിൽ ഈ ഒരു പരമസത്യം എപ്പോഴും ഓർത്തുള്ള പ്രഹ്ലാദൻ പഠിപ്പിക്കുന്നത്, ഏതു വ്യക്തിക്കും മാനസികമായി ഉയരാൻ പറ്റും. അതുകൊണ്ട് സ്വയം നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളിൽ ദൈവീകത ഉള്ളതിനെ നിങ്ങൾ തന്നെ ഉയർത്തണം. ഗീതയിൽ 13-ാം അധ്യായത്തിൽ 29-ാം ശ്ലോകത്തിൽ നിങ്ങൾക്കൊക്കെ കൃഷ്ണനെ കാണാൻ ആഗ്രഹമില്ലേ? ആളുകളൊക്കെ കൃഷ്ണനെ കാണാനല്ലേ ഗുരുവായൂരിൽ വരുന്നത്, അല്ലേ? ആണോ? ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നത് എന്തിനാണ്? ആരെ കാണാനാണ്? പായസം വാങ്ങിച്ചു കുടിക്കാനല്ലല്ലോ. എല്ലാവരും ഗുരുവായൂരപ്പനെ കാണാൻ വരികയാണ്. ആണോ അല്ലയോ? അപ്പം ഗുരുവായൂരപ്പനെ ശരിക്കും ഗുരുവായൂരപ്പൻ പറയുന്നുണ്ട് എന്നെ എവിടെ കാണേണ്ടതെന്ന്. എവിടെയാണ് നിങ്ങൾ കാണേണ്ടതെന്ന് അവിടെ പറഞ്ഞു തരുന്നത് ഗീതയിൽ 13-ാമത് അധ്യായത്തിൽ 29-ാമത് ശ്ലോകത്തിൽ, 28-ഓ 29 ആയിരിക്കും.
സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സമം സർവേഷു ഭൂതേഷു, സമം സമമായി, തുല്യമായി, സർവേഷു ഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും. ഇപ്പൊ നോക്കൂ, അവിടെ ജാതീയതയ്ക്ക് വല്ല പ്രസക്തി ഉണ്ടോ? കൂടെ വന്നില്ല. സർവേഷു ഭൂതേഷു എന്ന് പറഞ്ഞാൽ ജാതീയതയ്ക്ക് വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ല. തിഷ്ഠന്തം, ആര് തിഷ്ഠന്തം? പരമേശ്വരം തിഷ്ഠ. തിഷ്ഠ എന്ന് പറഞ്ഞാൽ കുടികൊള്ളുന്നു, നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പൊ സർവേഷു ഭൂതേഷു പരമേശ്വരം തിഷ്ഠന്തം. സർവഭൂതങ്ങളിലും ആരിയ്ക്കുന്നുണ്ട്? ഭഗവാൻ. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എവിടെ കാണേണ്ടത്? വിനശ്യസ്സു. വിനശ്യസ്സു എന്ന് പറഞ്ഞാൽ വിനാശം ഉള്ള ഈ ശരീരത്തിൽ തന്നെ ആരെ കാണണം? അവിനശ്യന്തം ഭഗവാൻ. അവിനശ്യന്തം, വിനാശമില്ലാത്ത ഭഗവാനെ യപശ്യതി സപശ്യതി. ആര് കാണുന്നുവോ അവരാണ് ശരിക്കും കൃഷ്ണനെ കാണുന്നത്. അപ്പൊ നമുക്ക് കൃഷ്ണനെ ശരിക്കും കാണണമെങ്കിൽ എങ്ങോട്ട് നോക്കണം? എവിടേക്ക് നോക്കണം? ഭഗവാൻ പറയുന്ന ഈ ശ്ലോകം പ്രകാരമാണെങ്കിൽ എങ്ങോട്ട് നോക്കണം? മനസ്സിലായില്ല. സർവേഷു ഭൂതേഷു തിഷ്ഠന്തം ഭഗവാൻ. എവിടെ നോക്കേണ്ടത്? വിനശ്യസ്സു, വിനാശമുള്ള ഈ ശരീരത്തിൽ യപശ്യതി സപശ്യതി. ആര് കാണുന്നുവോ അവരാണ് ഭഗവാനെ ശരിക്കും കാണുന്നത്. അപ്പൊ നമുക്ക് ആ ഭഗവാന്റെ ദർശനം ഏത് രൂപത്തിലാണ്? അത് ഗീതയിൽ 7:24 ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ കാണേണ്ടത്, എൻ്റെ ഒരു രൂപത്തെ നിങ്ങൾ നോക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഭഗവാനെ കാണേണ്ടത് ഏത് രൂപത്തിലാണ്? അത് ശരിക്കും ശ്രദ്ധിച്ചു കൊള്ളണം. ഭഗവാനെ കാണേണ്ടത് ഏത് രൂപത്തിലാണ്? അവ്യക്തം. ഏത് രൂപത്തിലാണ്? അല്ലാതെ നിങ്ങൾ എന്നെ വ്യക്തിം മന്യന്തേ, വ്യക്തിയായി മാനിച്ചാൽ, കണ്ടാൽ അബുദ്ധയ, ബുദ്ധിയില്ലാത്തവരായി മാറും. എൻ്റെ രൂപത്തെയാണ് നിങ്ങൾ ദൈവമായി കാണുന്നതെങ്കിൽ നിങ്ങൾ ബുദ്ധിയില്ലാത്തവരായി മാറും. അപ്പൊ രൂപത്തെ കാണുന്നത് എന്തിനാണ്? രൂപത്തിലൂടെ അവനവൻ്റെ ഉള്ളിലുള്ള കൃഷ്ണ തത്വത്തെ, കൃഷ്ണ സത്യത്തെ, കൃഷ്ണ യാഥാർത്ഥ്യത്തെ അറിയുവാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണൻ്റെ രൂപവും കൃഷ്ണൻ്റെ തത്വവും. ഒരു വെളിച്ചം കാണുമ്പോൾ ചൂട് നമ്മൾ കാണാറില്ല. ചൂട് അനുഭവപ്പെടണമെങ്കിൽ അതൊന്ന് തൊട്ട് നോക്കണം. അപ്പോഴാണ് ആ ബൾബിൻ്റെ ചൂട് നമ്മൾ അറിയാം, അല്ലെങ്കിൽ അടുത്തിരിക്കണം. ഇതുപോലെ നമ്മൾ രൂപം കാണുമ്പോൾ ആ രൂപത്തിനെ രൂപമാക്കി വെക്കുന്നൊരു തത്വമുണ്ടെന്നറിയണം. അത് മനസ്സിലാക്കാൻ നിങ്ങളിലേക്ക് തന്നെ നോക്കണം. അതായത് കൃഷ്ണനെ കൃഷ്ണനാക്കി നിലനിർത്തുന്ന തത്വവും നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്ന തത്വവും, ഈ ശരീരത്തിൽ പ്രാണൻ ചലിക്കണമെങ്കിൽ ബോധം ഉണ്ടാവണം. ഈ ശരീരത്തിൽ മനസ്സുണരണമെങ്കിൽ അത് കൃഷ്ണന്റെ ശരീരത്തിലായാലും നമ്മുടെ ശരീരത്തിലായാലും നിയമമെല്ലാം പറയൂ ഒന്നാണ്.